അങ്ങനെ ഫാമിലി വീക്കിലെ രണ്ടാമത്തെ ഫാമിലിയും കൊണ്ട് മറ്റൊരു ഇനോവ കാർ കൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അങ്ങനെ ലൈവില് അൻസിബയുടെ ഫാമിലിയാണ് രണ്ടാമതായിട്ട് ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം ഋഷിയുടെ ഫാമിലി വന്നു. അപ്പോൾ ഋഷിയുടെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള അൻസിബയുടെ ഫാമിലിയാണ് രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത്. അൻസിബയുടെ അമ്മയും അതുപോലെ തന്നെ സഹോദരനുമാണ് വന്നിരിക്കുന്നത്. ഈ പറയുന്ന ഋഷിയുടെയും അമ്മയും സഹോദരനും തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. അപ്പോൾ രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ഫാമിലി ഒത്തുചേർന്നിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനുണ്ടാകും. ലൈവിലേക്ക് കയറി വന്നപ്പോൾ തന്നെ അൻസിബ വീട്ടിൽ നിന്ന് ഓടി വന്ന് സഹോദരനെയും അമ്മയെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കണ്ടസ്റ്റൻസും മറ്റുള്ളവരുടെ ഫാമിലി വരുന്ന സമയത്ത് അവർ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന പേഴ്സണൽ ഗ്രഡ്ജുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതൊന്നും ഫാമിലിക്ക് മുന്നിൽ കാണിക്കാതെ ഓരോരോ കണ്ടസ്റ്റൻസും വന്ന് അവരവരുടെ ഫാമിലീസിനെ കോ കണ്ടസ്റ്റൻസിന്റെ ഫാമിലീസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന മനോഹരമായ ഒരു വിഷ്വലും കൂടി ഇപ്പോൾ ലൈവിൽ നമുക്ക് കാണാം. എന്തൊക്കെയായാലും അടിപൊളിയായിട്ടുണ്ട്. എന്താണിത്, ഋഷി സ്വന്തം സഹോദരനെ പോലെയാണെന്നാണ് അൻസിബ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഹോദരന്മാരും സഹോദരികളും കുടുംബക്കാരും അമ്മയും എല്ലാവരും തമ്മിൽ സംസാരിക്കട്ടെ, അടിപൊളിയാക്കട്ടെ. അടുത്ത ഫാമിലി എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ബിഗ് ബോസ് ഇതിൻ്റെ ഇടയിൽ ഒരു കളി കളിക്കുന്നില്ല. കാരണം ഒരു സംസാരം ഒഴിവാക്കുന്ന രീതിയിലാണ് ഫാമിലിയെ സെലക്ട് ചെയ്ത് ഉള്ളിലേക്ക് വിട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അൻസിബയും ഋഷിയുടെ ഫാമിലിയാണ് വന്നിരിക്കുന്നത്. അവർ പണ്ട് മുതലേ ആത്മാർത്ഥമായിട്ട് സൗഹൃദം പുലർത്തുന്ന രണ്ടുപേരാണ്. അതുകൊണ്ട് തന്നെ നല്ല കോൺവെർസേഷനെ ആ ഒരു ഫാമിലിക്കിടയിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ അപ്സരയുടെയും ഈ പറയുന്ന ഋഷിയുടെയും ഫാമിലിയാണ് ഒന്നിച്ച് വന്നിരുന്നതെങ്കിൽ ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഇവർ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അപ്പം അത്തരത്തിൽ ബിഗ് ബോസ് എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഒരു കളി കളിച്ചിട്ടില്ല. അടിപൊളിയായിട്ട് സെലക്ട് ചെയ്ത് ഉള്ളിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സമാധാനമായിട്ടൊരു മൂവ്മെന്റ് ആണ് ബിഗ് ബോസും ഈ ഒരു കാര്യത്തിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.